ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നൊരു ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂന്തൽ ഫ്രൈ ആണ്. അപ്പം അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി, ഒരു 3 സവാള, 3 പച്ചമുളക്, അല്പം ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഇറച്ചി മസാല, 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഈ കൂന്തൽ നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അല്പം മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കുകയാണ്. ഇതിലേക്ക് സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർക്കുകയാണ്. നമ്മുടെ ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുകയാണ്. പച്ചമുളക് നന്നായി വഴറ്റുക. അപ്പോൾ ക്യാപ്സിക്കം കൂടി ചേർക്കുകയാണ്. ക്യാപ്സിക്കം നമ്മുടെ ഓപ്ഷനിലാണ്, അരച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലകൾ ചേർക്കുകയാണ്. നമ്മൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച കൂന്തൽ ചേർക്കുകയാണ്. മല്ലിയില, കറിവേപ്പില ഇതൊക്കെ ചേർക്കുകയാണ്. ഇനി എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യം നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പം എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടി കുറച്ച് ചേർക്കാം. അപ്പം ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം.